ഇത് കാണുന്ന ഏതെങ്കിലും ഒരു 2-3 കുട്ടികൾ അവർ പറയുവാണ് മോന് ബാഗില്ല, അല്ലെങ്കിൽ കൊടയില്ല, അല്ലെങ്കിൽ ഒരു ബാഗ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബാഗും കുറച്ച് ബുക്സും കൊടയും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഹലോ ഫാമിലി, നമ്മുടെ അന്നക്കൊച്ചി ഇന്ന് സ്കൂളിൽ പോവാൻ കേട്ടോ. അവൾ ഈ പ്രാവശ്യം 2ാം ക്ലാസ്സിലേക്കാണ്. 7 വയസ്സ് കഴിഞ്ഞു. അറിയാലോ, ഞാൻ മുമ്പ് സ്കൂളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹാഗി ആൻഡ് സോഫിയ അറ്റക്കുഴിയിലാണ് അവൾ പഠിക്കുന്നത്. ഹാഗി ആൻഡ് സോഫിയ എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇതെന്താണ് ആ പേരെന്നുള്ളത്. ഈ പേരിൻ്റെ ഒരു ഇത് ഞാൻ ചോദിച്ചതാണ്, പക്ഷെ മറന്നുപോയടാ. അപ്പോൾ ഞാൻ രാവിലെ എന്താണെന്ന് വെച്ചാൽ രാവിലെ 7:50 ഇവർക്ക് വാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളെന്തെങ്കിലും ബിസ്ക്കറ്റോ ചായയോ പാലോ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് ഇവിടുന്ന് പോകും. അപ്പോൾ ആൾക്ക് ഇഷ്ടമുള്ളത് തക്കാളി ചട്നിയാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ദോശയും തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇവരുടെ യൂണിഫോം കണ്ടു, നല്ല ക്യൂട്ടാണ്, നേവി ബ്ലൂ കളറിൽ ബോയൊക്കെ വെച്ച് നല്ല രസമാണ്. ഈ യൂണിഫോം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കാര്യങ്ങളെല്ലാം നമ്മുടെ മക്കളെ കൊണ്ട്, അയ്യോ നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾ 10-20 വയസ്സായി കഴിഞ്ഞാൽ കുഞ്ഞുമാവിയാണ് നമുക്ക്. പക്ഷേ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസും കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാനും ആദ്യമൊക്കെ കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ അവൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു. സാധാരണ രീതിയിൽ അവളുടെ ആ ലഞ്ച് ബോക്സിൻ്റെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ടവലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കത്തുള്ളൂ. അവൾ തന്നെയാണ് അത് കെട്ടി വെക്കുന്നതും അവൾക്ക് വേണ്ട സ്പൂണും കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കും. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, വെള്ളമൊക്കെ എടുത്ത് വെച്ച്, ഇപ്പോൾ ബാഗിലൊക്കെ ആണെങ്കിലും എല്ലാം ഞാൻ ടേബിളിൽ എടുത്ത് വെച്ച് പുള്ളിക്കാരി തന്നെ അത് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യും. ആദ്യമൊക്കെ ഒരുപാട് മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ താനെ പോയിട്ടാണെങ്കിലും മേലൊക്കെ കഴുകി, ഹെയർ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അവൾ വാഷ് ചെയ്യാറുള്ളൂ. അത് രാവിലെ വാഷ് ചെയ്യാറില്ല കേട്ടോ, നനഞ്ഞ പടി തന്നെ പോകണ്ടേ. അപ്പോൾ രാവിലെ തന്നെ ആൾ താനെ പോയി മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ ഇട്ട് വരും. നമ്മൾ ആ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാതെ. ഞാൻ പറഞ്ഞ ഒരു ബോയാണ്, ആ ബോയുടെ ബാക്കിൽ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ ഒരു ഡ്രസ്സ് തന്നെ. പിന്നെ ആണെങ്കിലും നമ്മൾ കൊച്ചു കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് അവരത് ചെയ്യുമ്പോൾ നമ്മളൊരു അപ്രിസിയേഷനൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നേ. ഞാനിത് വലിയ സംഭവമായിട്ട് പറയണല്ലോ കേട്ടോ, ഒരുപാട് അമ്മമാർ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അമ്മമാരുടെ ടൈം ടേബിളൊക്കെ കയറ്റുമല്ലേ, നമ്മൾ കുറച്ചുകൂടി നേരത്തെ എണീക്കണം. ജോലിക്കാരാണെങ്കിൽ പോലും ഇച്ചിരി കൂടി നേരത്തെ എണീക്കണം അല്ലേ. പിന്നെ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു വെനസ്ഡേ മാത്രം വേറൊരു യൂണിഫോമാണ് കേട്ടോ. പിന്നെ വെനസ്ഡേ ആണെങ്കിൽ നമ്മൾ പോണിറ്റൈൽ പോലെ, അതായത് ഒറ്റക്കൊമ്പ് മുടി കെട്ടിയാൽ മതി. അല്ലാത്ത ദിവസങ്ങൾ 2 കൊമ്പിൽ നമ്മൾ പിള്ളേരുടെ മുടിയുടെ ലെങ്ത്തൊക്കെ അനുസരിച്ച് 2 കൊമ്പിലായിരിക്കും കെട്ടുന്നത്. അങ്ങനെ ഒട്ടും മുടിയില്ലാത്തവരാണെങ്കിൽ ഒരു ബ്ലാക്ക് ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓർണമെന്റ്സ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഒരു പരിധി വരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ബാഗും കാര്യങ്ങളെല്ലാം, അതായത് ഒരേപോലത്തെ ബാഗാണ് എല്ലാവർക്കും. അല്ലാതെ പൈസ കൂടിയവർക്ക് പൈസ ഉള്ള ബാഗ്, പാവം പിടിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാഗ്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം എല്ലാവരും ഒരുപോലെയാണ്. അതായത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് എല്ലാം കൊടുക്കുന്നത്. അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും ഓ ചേച്ചി ഭയങ്കര ഫീസായിരിക്കും അല്ലേ. ഒരിക്കലും അല്ല. കാരണം പൈസ കൂടുന്ന സ്ഥലത്ത് നല്ല വിദ്യാഭ്യാസം എന്നൊരു കൺസെപ്റ്റേ തെറ്റിച്ചൊരു സ്കൂളിൽ നിന്ന് എനിക്ക് അത്രയും കോൺഫിഡൻസോടെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയും തോന്നിക്കഴിഞ്ഞാൽ വളരെ പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്. ഞാൻ സ്കൂളിൻ്റെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സ്കൂളിലേക്ക് തന്നെ പോകാൻ വേണ്ടി ഒരു 5 വഴിയെങ്കിലും മിനിമം ഉണ്ട്. അതായത് 5 ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് വന്ന് പഠിക്കാം. ഫീസ് ആണെങ്കിലും ഇപ്പോൾ ഫീസ് നമ്മൾ കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ഒറ്റ പേയ്മെൻറ്റിൽ തന്നെ ഈ ഫീസ് കൊടുക്കണം എന്നൊരു യാതൊരു നിർബന്ധമില്ല. 3-4 ഷെഡ്യൂളുകളായിട്ട് അവർ അതിനെ തിരിച്ചിട്ടുണ്ട്. പിന്നെ അറിയാലോ, ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ സാൻഡൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ വൈറ്റ് ഷൂവും സോറി വൈറ്റ് ഷൂ ഉണ്ട്. അത് വെനസ്ഡേ മാത്രം. ബ്ലാക്ക് ഷൂവും വൈറ്റ് സോക്സും. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ സ്കൂളുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ അന്നമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ആദ്യമൊക്കെ ഇവള് ബെൽറ്റ് ഇടുമ്പോഴേക്കും വേറെ സ്ഥലത്തൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതങ്ങ് ചെയ്തു. അല്ലാതെ കർശനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേർക്ക് അതൊരു മടിയായി മാറും. കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കൊള്ളാലോ, അടിപൊളിയാണല്ലോ. പിന്നെ 2ാമത്തെ ദിവസവും ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും, മറന്നു പോകും. പിന്നെ അന്നേനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിയും വരുന്നുണ്ട്. കാരണം അന്നയുടെ ഒരു ജീവിതം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ അകത്താണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞി തോണ്ട് കുറച്ച് മിഠായി, കുറച്ച് ലഡു, കുറച്ച് അങ്ങനെ കഴിച്ചിരുന്ന വെച്ചാൽ ആള് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ടൈം ടേബിളിലേക്ക് പോവുകയാണ്. രാവിലെ നമ്മളെ വീട്ടിലെ പോലെ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സംസാരിക്കണുണ്ടോ, അവൾ ആ ബെൽറ്റൊക്കെ ഇടുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും, ഇനി അന്നമ്മക്ക് ഇടക്കിടക്ക് കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അന്നമ്മ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ലല്ലോ, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ്. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വീഡിയോ കാണുന്ന കുട്ടികളുടെ അമ്മമാരോ കുട്ടികളോ ഉണ്ടെങ്കിൽ ചേച്ചി എനിക്കൊരു ബാഗ് വാങ്ങിത്തരോ, എനിക്ക് ബാഗില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നതുകൊണ്ട് ഞാൻ അല്ലാതെ കുറച്ച് പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇത് കാണുന്ന ഏതെങ്കിലും ഒരു 2-3 കുട്ടികൾ അവർ പറയുവാണ് മോന് ബാഗില്ല, അല്ലെങ്കിൽ കുടയില്ല, അല്ലെങ്കിൽ ഒരു ബാഗ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബാഗും കുറച്ച് ബുക്സും കുടയും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ 2-3 പേര് കേട്ടോ, ഞാൻ എല്ലാവരും അങ്ങേയായിട്ട് എടുക്കുന്നില്ല, 2-3 പേർക്ക് ഞാനത് അയച്ചു തരികയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അത് കമൻറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പബ്ലിക്കലി പറയാത്ത ഒരാളാണ്. നമ്മൾ ഡയറക്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആ ഡീറ്റെയിൽ ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് യൂട്യൂബ് ഫാമിലിയിൽ ആരെങ്കിലും ഏതെങ്കിലും കുഞ്ഞുമക്കൾ ചേച്ചി എനിക്ക് ബാഗില്ലേ ചേച്ചി, എനിക്ക് ബുക്കില്ലേ ചേച്ചി, അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അത്രയും ജെന്യൂൻ ആണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റ ഐഡിയിൽ വന്നിട്ട് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ തരാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസവും മഴയില്ലായിരുന്നു. അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. സിബിച്ചനാണെങ്കിൽ ചാടി കയറി വന്നു. കാരണം സിബിച്ചൻ്റെ ഒരു ഫാമിലിയിൽ എടി എൻ്റെ മക്കളെ സ്കൂളിൽ പോണതോ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാനോ എനിക്ക് പറ്റണമെന്നില്ല. കാരണം അവർ അറിയാലോ, അവർ ഡിവോഴ്സ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ അവരുടെ കേസ് നടക്കുവാണ്. അപ്പോൾ അറിയാലോ, അച്ഛനായതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അമ്മമാർക്കാണല്ലോ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ തന്നെ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ പോകുന്നുണ്ടപ്പോൾ തന്നെ ചാടി എണീറ്റ് ഞാനും വരുന്നുണ്ട്, എനിക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അന്നമ്മയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നമ്മയുടെ കൂടെ വന്ന് സ്കൂളിൽ വന്ന് അവളാക്കി. നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു എൻട്രി കാണുമ്പോൾ തന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാനിത് ഷോർട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ലോങ് വീഡിയോ എടുക്കാൻ ഒരു ബിഗ് സ്ക്രീനിൽ എടുക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കുക. സ്കൂളെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു സ്കൂളാണ്. വലിയൊരു ഗ്രൗണ്ടും കുറേ പച്ചപ്പും, അതിനിടയിൽ നല്ലൊരു സ്കൂളാണ്. ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യണില്ല കേട്ടോ, നല്ലത് തന്നെ പറയണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് വളർന്ന് വലുതായി നല്ല കുട്ടികളാവട്ടെ. അപ്പോൾ ടാറ്റ ബൈ ബൈ.